സാക്ഷരത മാത്രമല്ല, നല്ല വിദ്യാഭ്യാസവും അറിവും വൈദഗ്ധ്യവുമുള്ള സാമൂഹികവും രാഷ്ട്രീയവുമായ അവബോധമുള്ള ഒരു ജനതയുടെ നാടായിട്ടാണ് കേരളം ഇന്ത്യയിലും വിദേശത്തും അറിയപ്പെടുന്നത്. ഇതിനുള്ള പ്രധാന കാരണം നമ്മുടെ ശക്തമായ വായനാശീലമാണ്. പണ്ട് മുതലേ കേരളത്തിലെ ജനങ്ങൾ വായനയോടുള്ള ഇഷ്ടം വളർത്തിയെടുത്തിട്ടുണ്ട്. മഹാരാജാക്കന്മാരും മിഷണറിമാരും വിദ്യാഭ്യാസത്തെ പ്രോത്സാഹിപ്പിച്ചിരുന്നുവെന്നും എല്ലാ ദിവസവും രാവിലെ പത്രം വായിക്കുന്നത് കുടുംബങ്ങൾക്ക് ഒഴിച്ചുകൂടാനാവാത്ത ഒരു ശീലമായി മാറിയെന്നും നമുക്കെല്ലാവർക്കും അറിയാം. പത്രം വാങ്ങാത്തവർ ചായക്കടകളിലും വായനശാലകളിലും അത് വായിക്കുമായിരുന്നു. പല സമൂഹങ്ങളും കൂട്ടായ വായനാരീതികൾ വികസിപ്പിച്ചെടുത്തു. ഉദാഹരണത്തിന്, ബീഡി തൊഴിലാളികൾ ഓരോരുത്തർ മാറി മാറി പത്രം ഉറക്കെ വായിക്കുകയും അങ്ങനെ എല്ലാവരും കേൾക്കുകയും ചെയ്തിരുന്നു. വായന തുടരാൻ മലയാളികൾക്ക് പുതിയ ഒരു കാരണം കൂടിയായി. ധാരാളം വായിക്കുന്ന ഒരു രാഷ്ട്രീയക്കാരനായി കേരളത്തിൻ്റെ പുതിയ മുഖ്യമന്ത്രി ദേശവ്യാപകമായി അറിയപ്പെട്ടിരിക്കുന്നു. ഇന്ത്യയിലെ പ്രമുഖ പത്രങ്ങളിലൊന്നായ ഡെക്കാൻ ഹെറാൾഡ് അതിൻ്റെ എഡിറ്റോറിയലിൽ ഇങ്ങനെ അഭിപ്രായപ്പെട്ടു: സതീശൻ ഒരു വ്യത്യസ്തനായ രാഷ്ട്രീയക്കാരൻ കൂടിയാണ്, വിവിധ താൽപ്പര്യങ്ങളുള്ള ഒരു ആർത്തിയുള്ള വായനക്കാരൻ. ദി ഇന്ത്യൻ എക്സ്പ്രസ് അദ്ദേഹത്തെ വി.ഡി. സതീശൻ ഒരു പുസ്തകപ്പുഴുവായ രാഷ്ട്രീയക്കാരൻ എന്ന് വിശേഷിപ്പിച്ചു. വായന തനിക്ക് ലഹരിയാണെന്ന് സതീശൻ സ്വയം വിശേഷിപ്പിക്കുന്നു. വി.ഡി. സതീശൻ്റെ ഉത്സുകമായ വായനാശീലവും വിശാലമായ അറിവും അദ്ദേഹത്തെ മുഖ്യമന്ത്രിയായി ഉയർത്തുന്നതിൽ പരോക്ഷമായെങ്കിലും നിർണായക പങ്കുവഹിച്ചു. പുസ്തകങ്ങളോടുള്ള അദ്ദേഹത്തിൻ്റെ സ്നേഹം വ്യത്യസ്തമായ നേട്ടങ്ങൾ നൽകി. അത് അദ്ദേഹത്തിന് കടുത്ത പ്രതിബന്ധങ്ങളെയും രാഷ്ട്രീയ തിരിച്ചടികളെയും മറികടക്കാൻ സഹായിച്ചു. കേരള നിയമസഭയിലെ ഏറ്റവും ശക്തനായ പ്രഭാഷകരിൽ ഒരാളായി അറിയപ്പെടുന്ന അദ്ദേഹത്തിൻ്റെ വിപുലമായ വായന രാഷ്ട്രീയ പ്രമുഖരെ ആത്മവിശ്വാസത്തോടെ നേരിടാൻ പ്രാപ്തനാക്കി. രാഷ്ട്രീയത്തിനപ്പുറം സാമ്പത്തിക ശാസ്ത്രത്തിലേക്കും സാമൂഹിക സേവനങ്ങളിലേക്കും അദ്ദേഹത്തിൻ്റെ താൽപ്പര്യങ്ങൾ വ്യാപിച്ചിരിക്കുന്നു. ഇത് സർക്കാർ നയങ്ങൾക്ക് വ്യക്തവും വിവരാധിഷ്ഠിതവുമായ രൂപം നൽകാൻ സഹായകമാകും. പ്രക്ഷുബ്ധമായ രാഷ്ട്രീയ കാലഘട്ടങ്ങളിലും വാശിയേറിയ പ്രചാരവേളയിലും തൻ്റെ വായനാശീലം വളരെയധികം സന്തോഷവും ഊർജവും നൽകിയെന്ന് സതീശൻ തന്നെ പ്രസ്താവിച്ചിട്ടുണ്ട്. 20-ാം വയസ്സിൽ അദ്ദേഹത്തിന് കിട്ടിയ അറിവ് ലോകത്ത് ഏറ്റവും കൂടുതൽ തിരക്കുള്ള ആളുകളാണ് ഏറ്റവും കൂടുതൽ വായിക്കുക എന്നതാണത്രേ. ഇൻ്റർനെറ്റും ഡിജിറ്റൽ മീഡിയയും മലയാളിയുടെ വായനാ പാരമ്പര്യത്തിൽ ഒരു പങ്കും വഹിച്ചിട്ടില്ല. മലയാളികൾ പ്രിൻ്റ് ചെയ്ത പത്രങ്ങൾ, ആഴ്ച പ്രതിമാസ മാസികകൾ, വാർഷിക പതിപ്പുകൾ, പുസ്തകങ്ങൾ എന്നിവ വായിക്കുന്നു. വായന സാമൂഹിക അവബോധവും സാമാന്യ ബുദ്ധിയും മെച്ചപ്പെടുത്തുന്നു. വിമർശനാത്മകമായി ചിന്തിക്കാനുള്ള കഴിവ് കൂട്ടുന്നു. ബുദ്ധിശക്തി വളർത്തുന്നു. വായനാശീലം ആത്മവിശ്വാസം വളർത്തുന്നു. വിഷാദത്തിൽ നിന്ന് സംരക്ഷിക്കുന്നു. യാത്രകൾ സുഗമമാക്കുന്നു. സാമൂഹിക ഇടപെടൽ വർദ്ധിപ്പിക്കുന്നു. കൂടാതെ ഏകാഗ്രതയും ഓർമ്മശക്തിയും ശക്തിപ്പെടുത്തുന്നു. ആശയങ്ങൾ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സഹായിക്കുന്നു. അഭിപ്രായങ്ങളും ചിന്തകളും ആത്മവിശ്വാസത്തോടെ പ്രകടിപ്പിക്കാൻ പ്രാപ്തമാക്കുന്നു. വേഗതയുടെ ഈ യുഗത്തിൽ വായന മനസ്സിനെയും ശരീരത്തെയും വിശ്രമിപ്പിക്കുന്നു. താൽപ്പര്യമുള്ള വിഷയങ്ങളോ ചെറിയ അധ്യായങ്ങളുള്ള പുസ്തകങ്ങളോ തിരഞ്ഞെടുക്കാം വായനയ്ക്കായി. പക്ഷേ സന്തോഷകരമായ മനസ്സോടെ വായിക്കേണ്ടത് പ്രധാനമാണ്. വിനോദത്തിനുള്ള വായന പോലും അറിവിനെ പ്രദാനം ചെയ്യുന്നുണ്ട്. ടെലിവിഷൻ, ഡിജിറ്റൽ മീഡിയ, സോഷ്യൽ പ്ലാറ്റ്ഫോമുകൾ എന്നിവയിൽ
വിവരങ്ങളുടെ അതിപ്രസരത്തിൻ്റെ ഈ കാലഘട്ടത്തിൽ പ്രിൻ്റ് ചെയ്ത പുസ്തകങ്ങൾ പ്രോത്സാഹിക്കപ്പെടണം. ഒരു പ്രത്യേക വിഷയം വായിക്കാൻ നിർബന്ധിക്കാത്ത വിശാലമായ ഒരു ക്യാൻവാസാണ് അച്ചടിച്ച ദിനപത്രം. എല്ലാ വാർത്തകളും നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തുമ്പോൾ എന്താണ് വായിക്കാൻ ആഗ്രഹിക്കുന്നതെന്ന് തിരഞ്ഞെടുക്കാൻ സ്വാതന്ത്ര്യമുണ്ട്. സമഗ്രമായ വാർത്തകൾ അവതരിപ്പിക്കുന്നതിൽ ഡിജിറ്റൽ മീഡിയ വിജയിച്ചിട്ടില്ല. ഇത് നിർഭാഗ്യവശാൽ യുവതലമുറയിലെ പലരിലും അടിസ്ഥാന അവബോധത്തിൻ്റെ അഭാവത്തിലേക്ക് നയിച്ചു. ഉയർന്ന നിരക്കിലുള്ള റോഡ് അപകടങ്ങൾ, വിഷാദം, മറ്റ് സാമൂഹിക പ്രശ്നങ്ങൾ എന്നിവയ്ക്ക് കാരണവുമായി. ഡിജിറ്റൽ മീഡിയയും സാമൂഹ്യ മാധ്യമങ്ങളും വാർത്തകളും മറ്റ് ഓഡിയോ വിഷൻ മെറ്റീരിയലും നമുക്കായി തിരഞ്ഞെടുക്കുന്നു. അത് നമ്മുടെ താൽപ്പര്യങ്ങളുമായി പൊരുത്തപ്പെടുന്നുവെന്ന് തെറ്റിദ്ധരിപ്പിക്കുന്നു. അച്ചടിച്ച മാധ്യമങ്ങളാകട്ടെ ലോക വാർത്തകൾ, ദേശീയ പ്രാദേശിക വിവരങ്ങൾ, ബിസിനസ്, വിനോദം, സ്പോർട്സ് എന്നിവയെല്ലാം നമ്മുടെ മുമ്പിൽ ഒറ്റ നോട്ടത്തിൽ അവതരിപ്പിക്കുന്നു. മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നതിന് പകരം യാത്ര ചെയ്യുമ്പോൾ ഒരു പുസ്തകം വായിക്കുന്നത് ഫോൺ ബാറ്ററിയും ഇൻ്റർനെറ്റും പൂർണ്ണ ചാർജോടെ ലക്ഷ്യസ്ഥാനത്ത് എത്താൻ നമ്മളെ സഹായിക്കുന്നു. അമിതമായ സ്ക്രീൻ സമയം മൂലമുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ നമുക്ക് അറിവുള്ളതാണ്. ജോലിക്ക് കമ്പ്യൂട്ടറുകൾ ഒഴിവാക്കാനാവാത്തതാണെങ്കിലും വിശ്രമ സമയം വായനയിലേക്ക് തിരിക്കേണ്ടത് അത്യാവശ്യമാണ്.